ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർസാവുന്ന യജ്ഞത്തിന്റെ 320 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും ഭജന പാടുന്നതും മിസ് നയന ചന്ദ്രൻ കല്ലോട്ട് സമിതിയാണ്. നയന 3 ഓംകാരവും 3 സായഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചോളൂ. സായിരാം. സായിരാം. വീഡിയോ ഓൺ ചെയ്തോളൂ കേട്ടോ. ഓഡിയോ ഓൺ ചെയ്യ്. കേൾക്കുന്നില്ലേ സായിരാം? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സാരം കേൾക്കാം. പക്ഷെ ആ ഫേസ് ഒന്ന് പൊക്കാൻ പറ്റുമോ? കറക്റ്റാ സാരം. ഓം സായീശ്വരായ വിദ്മഹേ. കുറച്ചും കൂടെ പൊങ്ങിയിരിക്കണേ, കുറച്ചും കൂടെ പൊങ്ങിയിരിക്കും. ശരി. ദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഓം ശ്രീ സായിരാം. അധ്യായം 30 പട്ടാഭിഷേകം. ഈ അധ്യായത്തിൽ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്ന രാമനെ കിരീടാധാരണം ചെയ്യാനുള്ള തീയതി കുലഗുരു പ്രഖ്യാപിക്കുകയും അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പട്ടാഭിഷേകത്തിന് എല്ലാ പണ്ഡിത പുരോഹിതന്മാരെ ക്ഷണിക്കുകയും അവിടെയുള്ള സകല സൈന്യ വിഭാഗങ്ങളെ ഒരുക്കി നിർത്തുകയും ചെയ്യുന്നു. ഇതിനായി എല്ലാവരും അയോധ്യയെ മുഴുവൻ അലങ്കരിക്കുകയും ചെയ്തു. രാമനും സഹോദരന്മാരും ഭരതനെ പുണ്യജലം കൊണ്ട് സ്നാനം ചെയ്യിക്കുകയും തന്റെ ജലപിടിച്ച തലമുടിയെ വേർപെടുത്തി കൊടുക്കുകയും ചെയ്തു. രാമനും സീതയും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് 3 അമ്മമാരും സന്തോഷിച്ചു. അവർ ഭഗവാൻ നാരായണനും മഹാലക്ഷ്മിയുമാണെന്ന് മനസ്സിലാക്കി ആനന്ദിച്ചു. രാമൻ വസിഷ്ഠനെയും മന്ത്രിമാരെയും രാജമാതാക്കളെയും നമസ്കരിച്ച് സീതയോടൊപ്പം സിംഹാസനാരോഹണം ചെയ്തു. എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും വമ്പിച്ച ജനാവലിയുടെയും സാന്നിധ്യത്തിൽ വസിഷ്ഠൻ ചക്രവർത്തിയുടെ അധികാരമുദ്ര രാമന്റെ നെറ്റിയിൽ ചുറ്റിക്കെട്ടി. വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 7-ാം ദിവസമായിരുന്നു അന്ന്. രാമന്റെ അമ്മയുടെയും സഹോദരന്മാരുടെയും സന്തോഷം വർണ്ണനാതീതമായിരുന്നു. എല്ലാ വാനരന്മാരും രാമന്റെ സമീപം ആദരവോടെ നിലകൊണ്ടു. രാമന്റെ സൗന്ദര്യം കണ്ട് 3 ലോകവും അമിതാഹ്ലാദം കൊണ്ടു. ആ രംഗം വീക്ഷിച്ച എല്ലാവരും ജീവിച്ചിരിക്കുന്നവരിൽ അതിഭാഗ്യവാന്മാരായിരുന്നു. സമുദ്രാധീശനായ വരുണൻ രാവണന് സമ്മാനിച്ച രത്നമാല വിഭീഷണൻ സീതാദേവിക്ക് സമ്മാനമായി നൽകി.
ആ മാല അവിടെയുള്ളവരിൽ ഏറ്റവും അർഹനായ ആൾക്ക് സമ്മാനിക്കാം എന്ന് രാമൻ സീതയോട് പറഞ്ഞു. സീത രത്നമാല ഹനുമാന് സമ്മാനിച്ചു. അടക്കാനാവാത്ത ജിജ്ഞാസയോടെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ ഹനുമാൻ ഓരോ രത്നം പറിച്ചെടുത്ത് പരിശോധിച്ച് വലിച്ചെറിഞ്ഞു. ഈ രംഗം കണ്ടവർ അത്ഭുതപ്പെട്ടു. സദസ്സിലുണ്ടായ ഒരു രാജാവ് ഹനുമാനോട് ഇങ്ങനെ ചെയ്തതിന്റെ കാരണം ആരാഞ്ഞു. രാമനാമം അതിലുണ്ടോ എന്ന് അറിയാനായിരുന്നു ആ രത്നങ്ങൾ പരിശോധിച്ചത്. പക്ഷേ രാമനാമം ഇല്ലാത്ത ആ കല്ലുകൾ വെറും ചരൽ കല്ലുകളാണ് എന്ന് മനസ്സിലാക്കി വലിച്ചെറിഞ്ഞതാണ് എന്ന് ഹനുമാൻ പറഞ്ഞു. ഇത് കേട്ട രാജാവ് താൻ ധരിക്കുന്ന തന്റെ ശരീരത്തിലും രാമനാമം ഉണ്ടോ എന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ കൈതണ്ടിൽ നിന്ന് ചെറിയൊരു രോമം പറിച്ചെടുത്ത് രാജാവിന്റെ കാതിന്റെ സമീപം പിടിച്ചു. ആ രോമം രാമ 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 എന്ന് ഉച്ചരിക്കുന്നത് അദ്ദേഹം കേട്ടു. അദ്ദേഹം ഹനുമാന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ഇത് കണ്ട രാമൻ, നിനക്ക് നൽകാൻ അർഹമായ സമ്മാനങ്ങൾ എന്റെ വശമില്ല എന്നും സമ്മാനം എന്ന നിലയിൽ എന്നെ തന്നെയാണ് ഞാൻ നിനക്ക് നൽകുന്നതെന്നും പറഞ്ഞ് ഹനുമാനെ കെട്ടിപ്പിടിച്ചു. ഇവിടെ രാമനോടുള്ള ഹനുമാന്റെ ഭക്തിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാം. രാമൻ തന്റെ പ്രജകൾക്കെല്ലാം സമൃദ്ധമായ സദ്യയും മറ്റു ആഡംബര വസ്തുക്കളും ധാരാളം വിതരണം ചെയ്യുവാൻ ഏർപ്പാട് ചെയ്തു. വാനരന്മാരും വിഭീഷണനും 6 മാസക്കാലം അയോധ്യയിൽ തങ്ങി. അപ്പോൾ രാമൻ എല്ലാവരെയും സദസ്സിലേക്ക് വിളിച്ച് അവർ രാമന് വേണ്ടി ചെയ്ത സേവനങ്ങളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അവരുടെ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ എപ്പോൾ ചിന്തിച്ചാലും ഞാൻ നിങ്ങളുടെ സമീപം ഉണ്ടാകുമെന്നും എന്ന് രാമൻ അനുഗ്രഹം നൽകി. രാമന്റെ ആജ്ഞ അനുസരിച്ച് വാനരന്മാരും വിഭീഷണനും രാമനെ പിരിഞ്ഞ ദുഃഖത്തിലും രാമോപദേശം അനുസരിക്കുവാനുമായി അയോധ്യ വിട്ടു. രാമസഹോദരന്മാർ അവരെ യാത്രയാക്കാനായി നദീതീരം വരെ ചെന്നു. രാമവിരഹം സഹിക്കാനാവാത്ത ഹനുമാൻ സുഗ്രീവന്റെ അനുമതിയോടെ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നു. ഒരു ദിവസം ഹനുമാനും രാമസഹോദരന്മാരും രാമനോട് കൂടി ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഭരതൻ രാമനോട് സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. രാമൻ മറുപടി നൽകി, സജ്ജനങ്ങളുടെ ഗുണങ്ങൾ അസംഖ്യമാണ്. ചന്ദനമരവും മഴുവും തമ്മിലുള്ള പോലെ അകന്നതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. മഴു ചന്ദനമരം മുറിക്കുമ്പോഴും മരം മഴുവിന് സ്വന്തം സൗന്ദര്യം നൽകുന്നു. മരം തന്റെ കൊലയാളിക്ക് നന്മയെ ചെയ്യുന്നുള്ളൂ. അതിനാൽ ചന്ദനത്തെ ദേവന്മാർ പോലും ഇഷ്ടപ്പെടുന്നു. മഴുവാകട്ടെ അതിനെ തീയിലിട്ട് പഴുത്ത് ചുവന്നാൽ ചുറ്റിക കൊണ്ട് അടിച്ച് ആകൃതിയും മൂർച്ചയും വരുത്തുന്നു. ദുഷ്ടന്മാർ സജ്ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. എന്നാൽ സജ്ജനങ്ങൾ ദുർജനങ്ങൾക്കെല്ലാം നല്ലതിനായി ആഗ്രഹിക്കുന്നു. സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ: ഇന്ദ്രിയ സുഖത്തിൽ വശീകൃതരാവില്ല, നല്ല പെരുമാറ്റം, എല്ലാവരെയും തുല്യരായി കാണും, കരുണഹൃദയരായിരിക്കും, സ്വാർത്ഥബോധം ഉണ്ടാവില്ല, എന്നും അവർ സന്തോഷത്തിലായിരിക്കും, നിന്ദയും സ്തുതിയും സജ്ജനങ്ങൾക്ക് തുല്യമാണ്. ദുർജനങ്ങളുടെ ലക്ഷണങ്ങൾ: കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിവയെ അവർ പരിപോഷിപ്പിക്കും, മറ്റുള്ളവരുടെ സങ്കടത്തിൽ സന്തോഷിക്കും, ദാനധർമ്മങ്ങൾ ചെയ്യുകയില്ല, ആപത്തിൽ അന്യരെ സഹായിക്കുകയില്ല, മുതിർന്നവരെയോ മാതാപിതാക്കളെയോ ഗുരുജനങ്ങളെയോ ബഹുമാനിക്കില്ല. വികലമാണ് അവരുടെ ബുദ്ധി, ഈശ്വരചിന്ത ഉണ്ടാവുകയില്ല, അവർ അടുത്ത ജന്മം മനുഷ്യേതര ജീവികളായി തരം താഴ്ത്തപ്പെടും. അവരുടെ കർമ്മഫലത്തിന്റെ അളവുകോൽ ഞാനാണ്. ഈ ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സഹവാസികളും അതിനനുസരിച്ചായിരിക്കും. ഈ വിശദീകരണം കേട്ട് സഹോദരന്മാർ സന്തുഷ്ടരായി. പിന്നീട് അവർ രാജധാനിയിലേക്ക് മടങ്ങി. ഇത് ദിവസം തോറുമുള്ള പതിവായിരുന്നു, ഉപദേശം നൽകലും ഭരണകാര്യങ്ങൾ നിർവഹിക്കലും. ഒരു ദിവസം അയോധ്യയിലെ പൗരന്മാരെയും കുലഗുരുവെയും ബ്രാഹ്മണരെയും രാമൻ രാജധാനിയിലേക്ക് വിളിച്ച് ആസ്ഥാന മണ്ഡപത്തിൽ അഭിസംബോധന ചെയ്തു. രാമൻ അവർക്ക് ചില ഉപദേശങ്ങൾ നൽകി. അതിൽ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിവരിച്ചു. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത നന്മയുടെ ഫലമാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്.
ഈ ജന്മത്തിൽ കൂടെ മോക്ഷം പ്രാപിക്കാം. മനുഷ്യജന്മം സിദ്ധിച്ചവരെല്ലാം തങ്ങളിൽ ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാ മാർഗത്തിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ഭക്തി മാർഗമാണ്. അത് മനസ്സിന് സന്തോഷം നൽകുന്നു. സത്സംഗത്തിൽ ഏർപ്പെടുമ്പോഴേ ഭക്തിമാർഗത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുക. നാമവും രൂപവും വ്യത്യാസപ്പെടാം. ജനങ്ങൾ തങ്ങൾക്ക് സിദ്ധിച്ച ജ്ഞാനത്തിൽ അതീവ സന്തുഷ്ടരായി. രാമന്റെ അയോധ്യ സ്വർഗത്തേക്കാൾ സുന്ദരമായ നഗരമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ അതീവ സന്തുഷ്ടരായിരുന്നു. രാജ്യത്തിന്റെ നന്മ കണ്ട വസിഷ്ഠ മഹർഷി ഒരു ദിവസം രാജധാനിയിലേക്ക് രാമനോട് തന്റെ ജന്മത്തിന്റെ സാഫല്യമാണ് അങ്ങയുടെ കുലഗുരു ആകാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. രാമൻ ഒരു സാധാരണ മനുഷ്യൻ അല്ലെന്ന് അറിയാമായിരുന്ന അദ്ദേഹം രാമനോട് ഒരു വരം ആവശ്യപ്പെട്ടു. ഇനി എത്ര ജന്മങ്ങൾ ഉണ്ടെങ്കിലും അങ്ങയോടുള്ള എന്റെ ഭക്തി കുറയാതിരിക്കട്ടെ. ഈ വരത്തിനായി അപേക്ഷിച്ചതിനു ശേഷം രാമന്റെ അനുമതിയോടെ അദ്ദേഹം തന്റെ വസതിയിലേക്ക് മടങ്ങി. അയോധ്യ നഗരിയിൽ ഓരോ ദിവസവും ഉത്സവമായിരുന്നു. പ്രജകൾക്ക് നേരെയുള്ള രാമന്റെ കരുണയും വാത്സല്യവും വർദ്ധിച്ചു വന്നു. ദേവന്മാർ പോലും രാമരാജ്യം കണ്ട് അസൂയാലുക്കളായി. ചെറിയ കാര്യങ്ങളിൽ പോലും രാമൻ ജനങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അവരുടെ മനസ്സിൽ യാതൊരു ദുഷ്ടചിന്ത ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തന്റെ സ്വന്തം ശരീരം പോലെ അദ്ദേഹം പ്രജകളെ ശ്രദ്ധിച്ചു. ജനങ്ങളും രാജാവിന്റെ സ്നേഹത്തെയും സുഖത്തെയും വിലമതിച്ചു. അന്നത്തെ രാമരാജ്യം വളരെ വർഷങ്ങളോളം ഉജ്ജ്വലമായി നിലനിന്നു. ഭഗവാൻ നാരായണൻ തന്നെ ആയിരുന്നു ശ്രീരാമൻ. ഓം ശ്രീ സായിരാം. സാരം ఎంత మాత్రమని ఎవరు తలచిన అంత మాత్రమే నీవన్నాడు పురంధరదాసు. And so it is said that God manifests as per your estimate and as per your thought. దైవము రెండు చేస్తాడు. God does both. కీడు చేస్తాడు, మేడు చేస్తాడు. Harm and the help. అది ఏ పురంధరదాసు కూడా చెప్పాడు. That's what is said by Purandaradasa. రామా, Rama, నీ నామాన్ని స్మరించుకుంటూ I chant your name. ఎన్నో విధములుగా కూడాను తరింపజేసినటువంటి యొక్క ఆత్మతత్వాన్ని నీవు గుర్తించుకోలేకపోతున్నాను. And though I chant your name, I am not able to know the nature of the self or the spirit. నీవు నన్ను రక్షించే సమయంలో రాముడవు. As you protect me, you are Rama, God. శిక్షించే సమయంలో యముడవు. As you punish me, you are యముడు Yama. నీవే, రాముడు నీవే. You are Rama, God, the Yama, God of death. You are both. కంసునికి రాములే, కృష్ణుడే యముడిగా పోయినాడు. And to Kamsa, Krishna appeared as Yama, the God of death. కానీ కంస దూతలుగా నిన్నటువంటి వాళ్ళంతా రాములుగా నిలిచాడు. Whereas for the rest, they could see the divine. కనుక మనం ఏ ఒక్కదాని కూడాను దేవుడు వేరు, కీడు చేసిన వాడు, మేడు చేసిన వాడు అని అనుకోకండి. We should never think God punishes you or rewards you. కీడు చేస్తాడు, మేలు చేస్తాడు. He rewards you and he punishes you. ప్రహ్లాదునికి మేలు చేశాడు, And in fact, he rewarded హిరణ్యకశిపుని కీడు Prahlada. చేశాడు. And he punished him. హిరణ్యకశిపుని దృష్టిలో యముడు, So from the point of Hiranyakashipa is Yama. అదే యముడే ప్రహ్లాదుని దృష్టిలో నారాయణుడు. And the same Yama in the sight of Prahlada is Narayana. కాబట్టి ఒకరికి నరుడు, ఒకరికి రెండోడికి నారాయణుడు. So to one Narayana, ఇంకొకరికి Narayana. యముడు, రెండోడికి నారాయణుడు. And so the Yama and Narayana to కాబట్టి Prahlada. యముడికి నారాయణుడికి వ్యత్యాసం లేదు. So there is no difference between Yama and Narayana. హెల్ప్ చేసినప్పుడు నారాయణుడు అవుతాడు, At times of help is హర్ట్ Narayana. చేసినప్పుడు యముడు అవుతాడు. As you are hurt, he కానీ turns హర్ట్ into Yama. ఎందుకోసం చేస్తున్నాడు? Why should he punish you? చెడ్డను హర్ట్ చేస్తున్నాడు, And he punishes you because of మంచిగా bad హెల్ప్ deeds. చేస్తున్నాడు. So because he హెల్ప్ punishes, ఎవర్, హర్ట్ నెవర్. help ever, hurt never. దీనిని వ్యాసుడు కూడా చెప్పాడు. The same thing is stated by Vyasa. పరోపకార పుణ్యాయ పాపాయ పరపీడనం. That's what is said. The help ever, hurt never is the statement of Vyasa. భగవంతుని మనసును నొప్పించేస్తే వాడికంటే ఇంక యమదూత మరొకడు లేడు. And in fact, if you hurt God, there can never be worse person than భగవంతుని him. విమర్శిస్తే వాడికంటే యముడు మరొకడు లేడు. And if you criticize God, there cannot be worse than that Yama. భగవంతునికి దూరం అయిపోతే వాడికంటే ఇంక నరకం మరొకటి If లేదు you distance from God, there cannot be much worse than the hell. అనుకుంటారు. దేవుని తలచినటువంటి వాళ్ళు లోకంలో ఎంతమంది బ్రతకలేదు? And you say that there are many people who are living who have forgotten God. బ్రతుకుతున్నారు. ఏ విధంగా బ్రతుకుతున్నారు? They live, how are they living? నక్కల వలె, కుక్కల వలె They బ్రతుకుతున్నారు. are leading the life of a fox and a dog. మనుషుల వలె, భక్తుల వలె, పవిత్రుల వలె బ్రతకటం లేదు.
They are not leading the life of a human being, the life of a devotee, a sacred life. కనుకనే మనము క్వాలిటీని పెంచుకోవటం మంచిది. So we should develop the quality. క్వాంటిటీకి పోకండి. We should not be after quantity. భగవంతుని యొక్క అనుగ్రహానికి పాత్రలు కాండి. And we should be the recipients of God's grace. നയന ഭജന പാടിക്കോളൂ. സൈലന്റ്. രഘുനന്ദനായി പൊങ്ങിയിരിക്കണേ. രഘുനന്ദനായി രഘുനന്ദനായി രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ പ്യാരെ മേരെ നന്ദനാ രഘുനന്ദനാ പ്യാരെ മേരെ നന്ദനാ രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ രാജീവലോചന രഘുനന്ദനാ രാജീവലോചന രഘുനന്ദനാ ദശരഥ തനയാ രഘുനന്ദനാ ദശരഥ തനയാ രഘുനന്ദനാ ദശമുഖമദന രഘുനന്ദനാ ദശമുഖമദന രഘുനന്ദനാ ജാനകി ജീവനാ രഘുനന്ദനാ ജാനകി ജീവനാ രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ പ്യാരെ മേരെ നന്ദനാ രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ രാജീവലോചന രഘുനന്ദനാ ദശരഥ തനയാ രഘുനന്ദനാ ദശമുഖമദന രഘുനന്ദനാ ജാനകി ജീവനാ രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ രഘുനന്ദനായി രഘുനന്ദനാ. സാരം നന്നായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം. സത്യഭാമയും ശ്യാമളയൊക്കെ ഉണ്ടല്ലോ അല്ലെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, രാമനും സഹോദരന്മാരും അയോധ്യയിൽ പ്രവേശിച്ചപ്പോൾ കുലഗുരു എന്ത് ചെയ്തു? കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ. അതെ, അതിനുള്ള അനൗൺസ് ചെയ്തു. എന്നത്തേക്കായിരുന്നു? വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ 7-ാം ദിവസം. സപ്തമി ദിവസം. ഗുഡ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ആരെയാണ് ഏൽപ്പിച്ചത്? സുമന്ത്രരെ. സുമന്ത്രരെ. തന്നെ അനുഗമിച്ചിരുന്ന വാനരശ്രേഷ്ഠന്മാർക്ക് വേണ്ടി രാമൻ എന്ത് ചെയ്തു? അവർക്ക് വേണ്ട എല്ലാ വെരി ഗുഡ്. ഭരതന്റെ ജട പിടിച്ച തലമുടി ആരാണ് കോതി മിനുക്കി കൊടുത്തത്? രാമൻ. രാമൻ. രാമന്റെ സിംഹാസനാരോഹണം എങ്ങനെയാണ് ചെയ്തത്? കനക. അതായത് രാമൻ കുലഗുരുവായ വസിഷ്ഠനെയും മന്ത്രിമാരെയും മാതാക്കളെയും വന്ദിച്ചു. രാജമാതാക്കളെയും വന്ദിച്ച ശേഷം എല്ലാ ഗുരുജനങ്ങളും പൗരജനങ്ങളും അടങ്ങിയ മഹാസദസ്സിന് മുന്നിലും നമസ്കരിച്ചു.
അതിനുശേഷം സീതാസമേതനായി സിംഹാസനാരോഹണം ചെയ്തു. ചക്രവർത്തിയുടെ അധികാരമുദ്ര ആരാണ് രാമനെ അണിയിച്ചത്? അതെ, വസിഷ്ഠ മഹർഷി. ഭരതലക്ഷ്മണന്മാർ എന്ത് ചെയ്തു? ഭരത ശത്രുഘ്ന ലക്ഷ്മണന്മാർ അവര് വെൺചാമരം വീശി വെൺകൊറ്റക്കുടയും പിടിച്ച് സേവകരായി നിന്നു. വെരി ഗുഡ്, വെരി നൈസ്, വെരി വെരി ഗുഡ്. അതെ. മാരുതി എന്തുകൊണ്ടാണ് രത്നങ്ങൾ കടിച്ചു കളഞ്ഞത്? രാമനാമ ശബ്ദമതിയില്ലാതെ. രാമന്റെ എന്തെങ്കിലും ഉണ്ടോന്ന്. രാമനാമം ഇല്ലാത്ത ഏത് വസ്തു എനിക്ക് വെറും കല്ലിനു സമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞു വലിച്ചത്. എല്ലാ വസ്തുക്കളിലും രാമനാമം ഉണ്ടാവുക അസാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ രാമനാമം നിങ്ങളുടെ ശരീരത്തിലും ഉണ്ടെന്ന് തെളിയിച്ചു തരിക എന്നൊരു രാജാവ് പറഞ്ഞപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു? അതില് രാമരാമ എന്നുള്ള മന്ത്രം കേട്ടു. അപ്പൊ രാജാവ് ഹനുമാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അതായത് ഹനുമാന്റെ ഓരോ രോമത്തിലും രാമനാമം കേൾക്കാം. ഇതുപോലെ വേറൊരു ഭക്തയുണ്ട് ദ്വാപരയുഗത്തിലാരാണ് ഓരോ രോമത്തിലും ഓരോ മുടിയുടെ ഇഴയിലും കൃഷ്ണനാമം കേൾക്കുന്ന. അറിയാമോ? ദ്രൗപദി. രംഗം കണ്ട ശ്രീരാമൻ എന്താണ് പറഞ്ഞത്? ഹനുമാനെ അടുത്ത് വിളിച്ച് സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തുകൊണ്ട് ഹനുമാന് നൽകുവാൻ പറ്റിയ ഒരു സമ്മാനം തന്റെ കൈവശം ഇല്ല, അതുകൊണ്ട് തന്നെ ഹനുമാന് സമ്മാനമായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞു. വാനര പ്രമുഖരെല്ലാം അയോധ്യയിൽ എത്ര കാലം താമസിച്ചു? 6 മാസം. സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണ്? എപ്പോഴും ചന്ദനമരം പോലെയാണ്. അവരുടെ കർമ്മങ്ങൾ സ്ഫുടവും ശുദ്ധവുമായിരിക്കും. ഹൃദയം പ്രസന്നവും ശീതളവുമായിരിക്കും. അവർക്ക് സമഭാവനയും സമചിത്തതയും ത്യാഗസന്നദ്ധയും ഉണ്ടായിരിക്കും. അവർ സേവന തൽപരരായിരിക്കും. ദുർജനങ്ങളുടെ ലക്ഷണങ്ങളോ? കലഹപ്രിയരിൽ ശത്രു മനോഭാവം ഉള്ളവരുമായിരിക്കും. ദുർജനങ്ങൾ നീചരാണ്, അതിനാൽ അവരുമായുള്ള സംഘം വർജിക്കണം. വസിഷ്ഠൻ എന്തുകൊണ്ടാണ് രഘുവംശത്തിൽ കുലഗുരുവായി ജനിച്ചത്? ഭഗവാൻ മനുഷ്യനായി ജീവിക്കുന്ന ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട്. അതെ, ശ്രീമൻ നാരായണൻ രഘുവംശത്തിൽ അവതരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം കുലഗുരുസ്ഥാനം സ്വീകരിച്ചു. രാമരാജ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാമന്റെ രാജ്യം സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്നു. രാജാവിനും പ്രജകൾക്കും തമ്മിൽ സ്നേഹവും ആദരവും ഉണ്ടായിരിക്കണം. സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ഭരണമാണ്. രാജാവ് സ്വന്തം ഹൃദയം പോലെ പ്രജകൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. പ്രജകളുടെ ഹിതത്തിനെതിരായി ഒന്നും തന്നെ രാജാവ് പ്രവർത്തിച്ചില്ല. രാജാവിന്റെ ആജ്ഞകളെ പ്രജകൾ അക്ഷരം പ്രതി അനുസരിച്ചു. രാജ്യത്ത് ക്ഷേമവും ധൈര്യവും സന്തോഷവും ഉണ്ടായതിനാൽ രാമരാജ്യം എന്ന് പറയുന്നു. രാജാവ് പ്രജകളുടെ താല്പര്യത്തിനാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെക്കാളും മുൻതൂക്കം കൊടുത്തത്. തന്റെ വ്യക്തിഗതമായ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ മാറ്റിവെച്ചുകൊണ്ട് പ്രജകളുടെ ഇഷ്ടമെന്തോ അത് പാലിക്കുന്ന ആളായിരുന്നു. അത് പാലിച്ചത് കൊണ്ടാണ് രാമരാജ്യം എന്ന പേരുണ്ടായത്. നയന ഒരു ഭജനയും കൂടെ പാടിക്കോളൂ. अयोध्या विहारी श्री राम राम राम
പാടിക്കോളൂ. കേൾക്കുന്നില്ല സാര? അത് കേൾക്കുന്നുണ്ട്, ഭജന കേട്ടില്ല. അത് കേൾക്കുന്നുണ്ട്. ഒരു വരി കേട്ടതേ ഉള്ളൂ സൈറ. ആ പാടിക്കോളൂ. ഒന്നും കൂടെ പാടും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്നിട്ട് പാടും. ആ. അയോധ്യ വിഹാരി ശ്രീരാമ രാമ രാമ, അയോധ്യ വിഹാരി ശ്രീരാമ രാമ രാമ, ദ്വാരകാ വിഹാരി ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ദ്വാരകാ വിഹാരി ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ, സപ്തഗിരി വിഹാരി ഗോവിന്ദ ഗോവിന്ദ, സപ്തഗിരി വിഹാരി ഗോവിന്ദ ഗോവിന്ദ, നിജ ഭക്ത ഹൃദയ വിഹാരി ശ്രീ സായിനാഥ ദേവാ, നിജ ഭക്ത ഹൃദയ വിഹാരി ശ്രീ സായിനാഥ ദേവാ, അയോധ്യ വിഹാരി ശ്രീരാമ രാമ രാമ, ദ്വാരകാ വിഹാരി ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ, സപ്തഗിരി വിഹാരി ഗോവിന്ദ ഗോവിന്ദ, നിജ ഭക്ത ഹൃദയ വിഹാരി ശ്രീ സായിനാഥ ദേവാ, നിജ ഭക്ത ഹൃദയ വിഹാരി ശ്രീ സായിനാഥ ദേവാ, അയോധ്യ വിഹാരി ശ്രീരാമ രാമ രാമ. മോളെ, യു ആർ എ വെരി ഗുഡ് ഭജൻ സിംഗർ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ സമസ്ത ലോക 3 പ്രാവശ്യം പറഞ്ഞോളൂ. ശാന്തി മന്ത്രം. സമസ്ത ലോകാഃ സുഖിനോ ഭവന്തു, സമസ്ത ലോകാഃ സുഖിനോ ഭവന്തു, സമസ്ത ലോകാഃ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി.